എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ടെസ്റ്റിലെ മൂന്നാം ദിനമായ ഇന്ന് ഇന്ത്യ ശക്തമായ ലീഡ് നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ 130 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലാണ്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് ഇന്ന് അത്ര മികച്ച തുടക്കം അല്ല ലഭിച്ചത്. വെറും ഒരു റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഇന്ത്യക്ക് 2 നിർണായക വിക്കറ്റുകളാണ് നഷ്ടമായത്. 6ാം ഓവറിൽ ക്യാപ്റ്റൻ രോഹിത്തിനെ ജിമ്മി ആൻഡർസൺ പുറത്താക്കി ഇംഗ്ലണ്ടിന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. 21 പന്തിൽ 13 റൺസ് നേടി ആണ് രോഹിത് ഇന്ന് പുറത്തായത്. തൊട്ട് പിന്നാലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ജയ്സ്വാളും പുറത്തായി. 27 പന്തിൽ 17 റൺസിൽ നിൽക്കെ ജിമ്മി ആൻഡർസന്റെ പന്തിൽ റൂട്ടിൻ ക്യാച്ച് നൽകിയാണ് ജയ്സ്വാൾ പുറത്തായത്. അങ്ങനെ 8 ഓവർ ആകുമ്പോഴേക്കും ഇന്ത്യ 30-ന് 2 എന്ന നിലയിലേക്ക് തകർന്നടിഞ്ഞു. എന്നാൽ 3ാം നമ്പറിൽ എത്തിയ ഗില്ലും ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. മെല്ലെ തുടങ്ങിയ ഇരുവരും താളം കണ്ടെത്തിയതോടെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് കുതിച്ചു. ഇതുവരെ ഫോം കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഗിൽ ഇന്ന് തിളങ്ങിയതോടെ ഇന്ത്യ ഇപ്പോൾ തന്നെ കൂറ്റൻ ലീഡ് നേടിയിട്ടുണ്ട്. ഗില്ലും ശ്രേയസും ചേർന്ന് ഇംഗ്ലണ്ട് ബൗളർമാരെ തറപ്പറ്റിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രേയസ് ഗില്ലിന് മികച്ച പിന്തുണ തന്നെയാണ് നൽകിയത്. എന്നാൽ 27ാം ഓവറിൽ 111 റൺസിൽ നിൽക്കെ ഹാർട്ട്ലി ശ്രേയസിനെ മടക്കി ഇന്ത്യയെ ഞെട്ടിച്ചു. തുടർന്ന് 62 പന്തിൽ ഗിൽ 50 നേടുകയും ചെയ്തു. പിന്നീട് എത്തിയ രജപാട്ടിദാരും ഫോം കണ്ടെത്താനാകാതെ അതിവേഗം മടങ്ങി. അക്സർ പട്ടേലും ഗില്ലും ആണ് ഇപ്പോൾ ക്രീസിൽ ഉള്ളത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് നേടിയിട്ടുണ്ട്. 273 റൺസിന്റെ വമ്പൻ ലീഡ് ഇന്ത്യ നേടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനി പേടിക്കാനില്ല. 400+ ലീഡ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചാൽ രണ്ടാം ടെസ്റ്റ് ഇന്ത്യ തന്നെ സ്വന്തമാക്കും. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.